എന്താ ആലോചിക്കുന്നത്? എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. നീ വേഗം കാണിക്കേ. കാര്യം പറഞ്ഞു, രാവിലെ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചാണ് അക്കാര്യം പറഞ്ഞു. പക്ഷെ ഇതില്ലാത്ത കാര്യം എന്നെ പറ്റി ഒരു നേതാവ് പറഞ്ഞു എവിടോ? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? സത്യങ്ങൾ പറയുമ്പോൾ ഇത്ര അസഹിഷ്ണുത എന്താ എന്ന് പറഞ്ഞിട്ടാ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോകുന്നത് ശരിയല്ല. ഈ നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. സാർ, ഞാൻ അതിനെ കുറിച്ച് ഒരു മറുപടിയും പറഞ്ഞില്ല സാർ. സാർ, ഞാനൊരു മറുപടിയും പറഞ്ഞില്ല. കൊള്ളാം, എവനാള് കൊള്ളാം. എന്താ പേര്? സമയം അതിനുപയോഗിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിരന്തരമായി ഗവൺമെന്റ് വന്നതിന് ശേഷം ഇതാണ് നിരന്തരമായ രീതിയാണ് സാർ. എല്ലാവർക്കും പറയേണ്ടതാണ്. എന്താ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്? ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ? ഇങ്ങനെ ഇവര് പറയുന്നത് കേട്ടോണ്ടിരിക്കേണ്ടത് അവരുടെ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് കേട്ടോണ്ടിരിക്കണം. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. ഇത് നേതമായ രീതികളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ രീതിയിലാണ് പോകുന്നത്. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പാർലമെന്ററി നടപടിക്രമങ്ങളിൽ സാധാരണ സ്വീകരിക്കുന്ന എല്ലാ രീതികളും അങ്ങക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ്. അതിൽ മനസ്സിലായില്ല. അതായത് വ്യത്യസ്തമായ രീതിയിൽ പറയുകയാണ്. ചിലരെ പ്രത്യേകമായി പറഞ്ഞു വിടുകയാണോ എന്നൊരു ശങ്ക ഇതെല്ലാം കേൾക്കുമ്പോൾ. ഇതാ ഞാൻ പറഞ്ഞത്, ബുദ്ധിയുണ്ടെങ്കിൽ ഏത് കൊലകൊമ്പനെയും നമുക്ക് തളയ്ക്കാൻ ഒക്കും. സത്യം പറയാലോ, ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ഒരു ഐഡിയക്ക് നിന്നോട് എനിക്ക് ബഹുമാനം തോന്നുന്നുണ്ട്. ഈ തരത്തിൽ ആക്ഷേപിക്കാൻ വേണ്ടി. അപ്പൊ അതുമായി സഹകരിക്കാൻ ഞങ്ങൾ ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ്.